നമ്മുടെ വീട്ടിൽ കൂടെ ചുമ്മാ ഇങ്ങനെ നടക്കുവാണ്. നമുക്ക് ഈ വീട് പോരാ, നമ്മൾ പുതിയൊരു വീട് മേടിക്കാൻ പോവാണ്. നമുക്ക് ഈ വീടൊന്നും പോരാ കേട്ടോ. നമ്മുടെ GTR കാറും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് അത് നമുക്ക് ഉള്ളിലോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നും നമ്മുടെ വീട്ടിലില്ല. നമ്മുടെ ഈ സ്റ്റെപ്പിൽ കൂടെ ഒന്നും വണ്ടി കയറില്ല. അതുകൊണ്ട് നമുക്ക് ഒരു സിറ്റിയുടെ അകത്ത് നമുക്കൊരു വീടും കാര്യങ്ങളൊക്കെ പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഉള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. 1 മില്യൺ കൊടുത്ത് ആ വീട് കിട്ടും. പക്ഷെ നമുക്ക് ആ വീട് നോക്കിയിട്ട് 1 മില്യൺ ഒന്നുമില്ല, ഒരു 5 മില്യൺ വർത്ത് വരുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് 1 മില്യൺ കൊടുക്കണമെങ്കിൽ എന്ത് പ്രശ്നമുണ്ട്. പക്ഷെ നമ്മൾ ആ വീടിൻ്റെ ഓണറിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഓണർ പറഞ്ഞ 1 മില്യൺ മതി, വീട് വന്ന് നോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചാൽ മതിയെന്ന്. എന്തായാലും നമുക്ക് നമ്മുടെ GTRും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ആ വീടിൻ്റെ അടുത്തേക്ക് പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് ആ വീടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വീട് മേടിക്കണ്ട, ചുമ്മാ നമ്മുടെ തലയിലാവും ആ വള്ളി. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ വീട് മേടിക്കണ്ട, നമുക്ക് നേരെ പറപ്പിച്ച് ആ വീടിൻ്റെ അടുത്തോട്ടാ പോയേക്കാം. അങ്ങനെ നമ്മൾ ആ വീടിൻ്റെ അടുത്തോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. കണ്ടോ, നമുക്ക് ഈ വീട്ടിലോട്ട് വണ്ടി കയറ്റി പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ വീട്ടിൽ ഇവിടെ വണ്ടി കൊണ്ടു നിർത്താം. എന്നിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് പോയി നോക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, വീടിന് വല്ല കുഴപ്പവും വല്ല ഉണ്ടോയെന്ന്. നമ്മൾ ഓണറിനെ വിളിച്ചായിരുന്നു. ഓണർ പറഞ്ഞ് നിങ്ങൾ പോയി ചെക്ക് ചെയ്തോളാനാണ്, എന്നിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്ന്. എന്തായാലും നൈസായിട്ടുണ്ട്. ഒരു സിംഹത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 5-6 ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇവിടെ ഒരു വെള്ള ടൈഗറിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഫാനുണ്ട്, AC ഉണ്ട്. എന്തിനാണാവോ രണ്ടും കൂടെ ഒരു മുറിയിൽ. കമ്പ്യൂട്ടറും TV ഉണ്ട്. പൊളി. ബെഡ്റൂമാണിത്. ഇവിടെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും മണ്ടയിലേക്ക് കയറി പോവാം. മണ്ടയിൽ ഇനി എന്തുട്ടാണാവോ സെറ്റപ്പ്, നമുക്ക് മണ്ട കയറി പോവാം. ഓക്കെ, ഇവിടെ ജിമ്മും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പുറത്തെ ഫ്ലോറിലോ ഇവിടെയും ജിമ്മാണ്. എന്തായാലും ഇത്ര നല്ലൊരു വീട് 1 മില്യൺ നമുക്ക് കിട്ടി. വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനുണ്ട്. നമുക്ക് എന്തായാലും സേഫായിട്ട് താമസിക്കാൻ പറ്റിയൊരു പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഓണറിനെ പോയി കണ്ടിട്ട് ഓണറിനോട് സംസാരിക്കാം. എന്നിട്ട് നമുക്ക് ഓണറിൻ്റെ ഈ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് വീട് മേടിക്കാം. നമുക്ക് നേരെ നമ്മുടെ ഓണറിൻ്റെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഓണറിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഓണറിന് ഇവിടെ കിണ്ണക്കലൊക്കെ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഓണർ ആ വീട് വിൽക്കണത്. എന്തായാലും നമ്മുടെ വണ്ടി കൊണ്ട് ഇടിപ്പിച്ച് സീനൊന്നും ഉണ്ടാവുകയില്ലായിരിക്കും. എന്തായാലും നമുക്ക് ഓണറിൻ്റെ വീട്ടിലോട്ട് കയറി ചെന്നിട്ട് കിണ്ണങ്കലൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ വീട് മേടിച്ചാലോ? അല്ലേ, അത്രയ്ക്ക് വേണ്ട. എന്തായാലും നമുക്ക് ഓണറിൻ്റെ വീട്ടിലോട്ട് കയറി ചെന്നിട്ട് ഓണറിനോട് സംസാരിക്കാം, ഡീലിങ്സൊക്കെ ഉറപ്പിക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഓണറിനോടൊക്കെ സംസാരിച്ചു. 1 മില്യൺ കൊടുക്കുകയും ചെയ്തു. നമ്മൾ ആ വീട് മേടിച്ചു. ഇനി നമുക്ക് ആ വീട്ടിലാ പോയി താമസിക്കാം. നമ്മുടെ പഴയ വീട് ഓണറിൻ്റെ ഒരു ഫ്രണ്ടിന് വിൽക്കുകയും ചെയ്തു. അങ്ങനെ നമുക്കൊരു 2 മില്യനും കിട്ടി. എന്തായാലും 1 മില്യൺ പോയാൽ 2 മില്യൺ നമ്മുടെ കയ്യിലേക്കാണ് കിട്ടി. നമുക്ക് നേരെ പറപ്പിച്ച് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വിടാം. ഇടിച്ചില്ല. പുതിയ GTR കാറാണ്. പെയിൻറ്റിങ്ങാനും പോയ പണിയാവും കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് വിടാം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പാർക്ക് ചെയ്തിടാം. ഇവിടെ പാർക്ക് ചെയ്യാൻ തൽക്കാലത്തേക്ക് ഒരു പാർക്കിംഗ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. എന്തായാലും നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ വീടാണ് ഇനി ഇത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. എന്തായാലും നൈറ്റ് ആകാൻ പോവാണ്. നൈറ്റ് സിറ്റിയിലുള്ള വ്യൂ നമുക്ക് മണ്ടയിൽ നിന്നൊന്ന് ആസ്വദിക്കാം. എന്തായാലും നമുക്ക് ഇവിടെ അങ്ങ് കയറി നിന്നേക്കാം. ഇവിടെ നിന്ന് നമുക്ക് നോക്കാം നമ്മുടെ സിറ്റി നൈറ്റ് എങ്ങനെയാണെന്ന്. നമുക്കിവിടെ നിന്ന് നോക്കാം. പോലീസ് സ്റ്റേഷനും എയർപോർട്ട് ബിൽഡിങ്ങൊക്കെ ഇവിടെ നിന്നാൽ നല്ല ക്ലിയർ ആയിട്ടാണ് കാണാം. നമുക്ക് നൈറ്റ് ആകുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
എന്തായാലും നൈറ്റ് ജാതി വ്യൂ ആണ് ഈ വീട്ടിൽ നിന്ന് നോക്കാനായിട്ട്. സീന് എന്തായാലും എയർപോർട്ടിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ലൈറ്റൊന്നും ഇല്ലേ, അതെന്തൊട്ടാണാവോ പ്രശ്നം? ആരെ എന്നെ വിളിക്കണേ? എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, പിന്നെ ആരെ എന്നെ പിന്നീന്ന് വിളിക്കണേ? എന്തുട്ട ഇത് ഗോസ്റ്റ് ഹൗസ് ആയിരുന്നാ? അയ്യാ എന്തുട്ടാണ് വേണ്ടിയത്? വണ്ടി എടുത്ത് തരണം, സൂപ്പർ വണ്ടി. ശരി, സൂപ്പർ കാർ ഞാൻ കൊണ്ടുത്തരാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് ജീവിക്കാം. പോയാ എന്തു ഗൈസ്, ഈ വീട് നമുക്ക് 1 million തന്നപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ പ്രേതമുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ വേഗം ഇറങ്ങിപ്പോട്ടെ. ഇവിടെ പ്രേതമുണ്ട്, സീനാണ്. നമ്മളോടിപ്പോൾ ഒരു സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ കൊണ്ട് തരാനാണ് പറഞ്ഞിരിക്കണത്, ഒരു സ്ഥലത്ത് പോയിട്ട്. എൻ്റെ പിന്നെ സീൻ നമ്മളെ സൂപ്പർ കാർ കൊണ്ട് കൊടുത്താൽ പ്രേതം നമ്മളൊന്നും ചെയ്യാതെ പോവും. എന്തിനാണോ ഇപ്പൊ പ്രേതത്തിന് സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ? നമുക്കെന്തായാലും അവിടെ പോയി ആ സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. പ്രേതം വന്നിട്ട് നമ്മളോട് സൂപ്പർ കാർ വേണമെന്ന് പറയണം, എന്തുട്ടാണാവോ എന്തോ. പ്രേതത്തിന് എന്തിനാണാവോ സൂപ്പർ കാറ്? പ്രേത ലോകത്ത് സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ ഓടിക്കണേ. എന്തായാലും പ്രേതം പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പോകട്ടോ. അവിടെ പോയി നമുക്ക് പ്രേതത്തിന് വേണ്ടിയ സൂപ്പർ കാറും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാം. നമുക്ക് നേരെ അങ്ങോട്ടാ പറപ്പിക്കാം. നമ്മൾ ഫൈനലി ഗോസ്റ്റ് പറഞ്ഞ സ്ഥലത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഗോസ്റ്റ് പറഞ്ഞ ഗോസ്റ്റ് ഹൗസും പിന്നെ ഗോസ്റ്റിൻ്റെ ഹമ്മറും കാര്യങ്ങളൊക്കെ ഇതാണ്. എന്തായാലും ഗോസ്റ്റിന് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലെന്നാണ് പറയണത്. ഗോസ്റ്റിന് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെ വിളിച്ച് കാര്യം ഏൽപ്പിച്ചേക്കണത്. എനിക്കെന്ത് പേടിയാകുന്നുണ്ട് കേട്ടോ, ഇവിടെ എന്ത് ഇഷ്യുണ്ട്. എന്തായാലും നമുക്ക് വേഗം ഹമ്മറിലോട്ട് കയറാം. ഹമ്മറിൽ ഗോസ്റ്റിൻ്റെ ഹമ്മറും കാര്യങ്ങളാണ്. നമുക്ക് ഈ ഹമ്മറുമായിട്ട് പുറത്തേക്കാണ് പോവാം. നമുക്ക് നേരെ പറപ്പിച്ച് ഗോസ്റ്റിൻ്റെ ഹമ്മറുമായിട്ട് പുറത്തോട്ട് പോവാം. പോയിട്ട് നമുക്ക് ഈ ഹമ്മർ കൊണ്ട് കൊടുക്കാം ഗോസ്റ്റിന്. നമുക്ക് പോവാം. മൈ ഗോഡ്, ഗോസ്റ്റ്. നമുക്ക് ഇറങ്ങാം. ഗോസ്റ്റ് ഹമ്മർ, ഗോസ്റ്റ്. ഓക്കെ ഗോസ്റ്റ്. ഗോസ്റ്റ് എന്ത്? ഹമ്മർ എന്ത്? ഗോസ്റ്റും പോയി ഹമ്മറും പോയി. യെസ്, അങ്ങനെ നമുക്ക് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ട്. യെസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഗൈസ്. അപ്പോൾ സൈനിങ് ഔട്ട്, DJ 2.0. ഓക്കെ, ബൈ.